ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മളിന്ന് ഗൃഹശ്രീ എന്ന് പറഞ്ഞ ഒരു ഭവന നിർമ്മാണ പദ്ധതിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ പദ്ധതിയിലൂടെ 3 ലക്ഷം രൂപ സർക്കാരിന്റെ വകയും 1 ലക്ഷം രൂപ സന്നദ്ധ സംഘടനകളുടെ വകയും ബാക്കി 1 ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതമായും നൽകി 5 ലക്ഷം രൂപയുടെ ചിലവിൽ ഒരു ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നൽകുന്ന ഒരു സപ്പോർട്ട് പദ്ധതിയാണ് ഗൃഹശ്രീ എന്ന് പറയുന്നത്. ഈ വർഷം 450ഓളം വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ഗൃഹശ്രീ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഹൗസിംഗ് ബോർഡിന്റെ സപ്പോർട്ടോടു കൂടിയാണ്. ഈ പദ്ധതിയിൽ ഭവനം നിർമ്മിക്കുന്നതിന് ആവശ്യമായ രേഖകളും അതുപോലെ തന്നെ ഈ പദ്ധതിയിലൂടെ എങ്ങനെ ഭവനം നേടിയെടുക്കാം എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഗൃഹശ്രീ പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ. 2024-25 സാമ്പത്തിക വർഷത്തേക്ക് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ദുർബല താഴ്ന്ന വരുമാനക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്ന ഗൃഹശ്രീ പദ്ധതി ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്ന വായ്പാ പദ്ധതി എന്നിവയിലേക്ക് ജൂലൈ 31 വരെ അപേക്ഷിക്കാം. ഇത് ഒരുപാട് സ്കീമുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ താഴ്ന്ന വരുമാനക്കാർക്ക് വേണ്ടി നടപ്പാക്കുന്ന ഗൃഹശ്രീ ഭവന പദ്ധതിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സ്വന്തമായി 2-3 സെന്റ് ഭൂമിയെങ്കിലും കൈവശമുള്ള ദുർബല വിഭാഗം, താഴ്ന്ന വരുമാനം വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സന്നദ്ധ സംഘടന, NGO, കാരുണ്യവാന്മാരായ വ്യക്തികൾ എന്നിവരുടെ സഹായത്തോടെ വീട് നിർമ്മാണത്തിനായി 3 ലക്ഷം രൂപ കേരള സർക്കാർ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് ഗൃഹശ്രീ ഭവന പദ്ധതി. ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഈ പദ്ധതിയിലേക്ക് നമുക്ക് ആർക്കെങ്കിലും സംഭാവന നൽകണമെങ്കിൽ അതിനുള്ള മാനദണ്ഡങ്ങളും മറ്റു ഡീറ്റെയിലുകളുമാണ് ഈ ഡീറ്റെയിൽസിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴെയുള്ള വിവരങ്ങൾ നോക്കാം. ഇതിനായി സന്നദ്ധ സംഘടന, NGO, കാരുണ്യവാന്മാരായ വ്യക്തികൾ സമർപ്പിക്കുന്ന സ്പോൺസർ ചെയ്യാനുള്ള അപേക്ഷയിൽ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് 1 ലക്ഷം രൂപ കേരള ഭവന നിർമ്മാണ ബോർഡിലേക്ക് ജില്ലാ ഓഫീസുകളിൽ ഒടുക്കി ഗുണഭോക്താവിന്റെ വിവരങ്ങൾ, പണമടച്ചത് സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ ഓൺലൈൻ പോർട്ടലിൽ നൽകേണ്ടതാണ്. അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഗുണഭോക്താവിന്റെ വിഹിതം 1 ലക്ഷം രൂപ കേരള ഭവന നിർമ്മാണ ബോർഡിൽ ഒടുക്കേണ്ടതാണ്. ഈ പദ്ധതി പ്രകാരം അനുവദിക്കുന്ന വീടിന്റെ പരമാവധി തറ വിസ്തീർണം 83 ചതുരശ്ര മീറ്ററാണ്. അധികരിക്കാൻ പാടുള്ളതല്ല. സ്പോൺസറും ഗുണഭോക്താവും ഈ വിവരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തറ വിസ്തീർണം അധികരിക്കുന്ന കേസുകളിൽ ധനസഹായം അനുവദിക്കുന്നതല്ല. ഗുണഭോക്താവ് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഗുണഭോക്ത പട്ടികയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരോ വീട് നിർമ്മാണത്തിന് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചവരോ ആകരുത്. സ്പോൺസറുടെ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തി ബോർഡ് ആസ്ഥാന ഓഫീസിൽ നിന്ന് ജില്ലാ തലത്തിൽ ടാർഗറ്റ് അനുസരിച്ചാണ് വീടുകൾ അനുവദിക്കുന്നത്. സ്പോൺസറുടെ അപേക്ഷയിൽ അംഗീകാരം ലഭിക്കുകയും കേരള സർക്കാരിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ സർക്കാർ സബ്സിഡി ലഭ്യമാക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് വീടിന്റെ വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നതിനായി 4 തവണകളായി ഈ തുക ഗുണഭോക്താവിന് ലഭ്യമാക്കുന്നതാണ്. ഈ രീതിയിലാണ് നമുക്ക് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇനി ഈ പദ്ധതിയിൽ സ്പോൺസർ ആകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നമുക്ക് നോക്കാം. പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടിന്റെ വിസ്തീർണം പരമാവധി 83 ചതുരശ്ര മീറ്ററായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഗുണഭോക്താവുമായി രക്തബന്ധമുള്ളവർക്കോ കുടുംബാംഗങ്ങൾക്കോ സ്പോൺസർഷിപ്പ് നൽകാൻ സാധിക്കുകയില്ല. ഗുണഭോക്താവ് തന്നെ സ്പോൺസറായി അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളതല്ല. കൂടാതെ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം വീടുകൾ സ്പോൺസർ ചെയ്യാൻ അനുവദിക്കുന്നതല്ല. സ്പോൺസർ ചെയ്യുന്നതിനുള്ള അപേക്ഷ ഓൺലൈനായി ഭവന നിർമ്മാണ ബോർഡിന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതും ആയതിന്റെ പകർപ്പ് ബോർഡിന്റെ ബന്ധപ്പെട്ട ജില്ലാ ഓഫീസുകളിൽ നൽകേണ്ടതുമാണ്. സ്പോൺസർഷിപ്പ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ബന്ധപ്പെട്ട ഗുണഭോക്താവിന്റെ പേരിൽ വസ്തു ഉണ്ടെന്ന് സ്പോൺസർ ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്ത അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ്. സ്പോൺസർ അപേക്ഷയുടെ പകർപ്പ് ഓഫീസിൽ ഹാജരാക്കുന്നതിനോടൊപ്പം ഗുണഭോക്താവിന്റെ പേരും മേൽവിലാസവും, വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ കരം തീരുവ രസീതിന്റെ പകർപ്പും റേഷൻ കാർഡിന്റെ പകർപ്പും ഹാജരാക്കേണ്ടതാണ്. ഗുണഭോക്താവ് ധനസഹായത്തിന്
ഗുണഭോക്താവ് ധനസഹായത്തിന് അർഹരാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ സ്പോൺസർഷിപ്പ് അപേക്ഷകൾ സമർപ്പിക്കാൻ പാടുള്ളൂ. ഗുണഭോക്താവിനെ മാറ്റേണ്ടുന്ന സാഹചര്യം സജ്ജമായാൽ സ്പോൺസർ ഹെഡ് ഓഫീസിൽ അനുമതി തേടേണ്ടതുള്ളതാണ്. ആയത് ഗഡുക്കൾ വിതരണം ചെയ്യുന്നതിന് മുൻപ് മാത്രമേ അനുവദിക്കുകയുള്ളൂ. 5-ൽ കൂടുതൽ ഗുണഭോക്താക്കളെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികൾ, സംഘടനകൾ എന്നിവ ബോർഡിൽ നിന്നും അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് ഗുണഭോക്താക്കളുടെ ബന്ധപ്പെട്ട രേഖകൾ നൽകിയാൽ മതിയാകുന്നതാണ്. ഗുണഭോക്താവ് ഏത് ജില്ലയിലാണോ വീടുകൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതേ ജില്ലയിൽ തന്നെ സ്പോൺസർ അപേക്ഷ രജിസ്റ്റർ ചെയ്യുന്നത് അഭികാമ്യമായിരിക്കും. സർക്കാരിൽ നിന്ന് സബ്സിഡിക്കുള്ള തുക അനുവദിക്കുന്ന മുറയ്ക്ക് മാത്രമേ സബ്സിഡി വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്പോൺസർ വിഹിതമായി നിക്ഷേപിക്കുന്ന സംഖ്യയ്ക്കോ ഗുണഭോക്തൃ വിഹിതത്തിനോ ബോർഡ് പലിശ നൽകുന്നതല്ല. എല്ലാ അപേക്ഷകളും ബോർഡ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസൃതമായിരിക്കുവാൻ സ്പോൺസർമാർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രകാരമല്ലാത്ത എല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗൃഹശ്രീ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി ഗൃഹശ്രീ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ നമ്മുടെ കയ്യിൽ ആവശ്യമായ രേഖകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിച്ചത്, വസ്തുവിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, വസ്തുവിന്റെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, വസ്തുവിന്റെ പ്രമാണത്തിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, റേഷൻ കാർഡ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, വസ്തുവിന് ബാധ്യതകൾ ഇല്ല എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ കുടിക്കട സർട്ടിഫിക്കറ്റ്, അപേക്ഷകനും കുടുംബത്തിനും വ്യാസയോഗ്യമായ വീട് ഇല്ല എന്നുള്ള ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി, വില്ലേജ് ഓഫീസർ എന്നിവരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, അപേക്ഷകന് ലൈഫ് ഭവന പദ്ധതിയിലോ മറ്റ് സമാന രീതിയിലുള്ള ഭവന പദ്ധതിയിലോ വീടിനു വേണ്ടി ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി നിന്നും ലഭിച്ചത്, സ്ഥലം പോക്കുവരവ് ചെയ്ത ശേഷം കരം തീർത്ത രസീതും തണ്ടപ്പേർ സർട്ടിഫിക്കറ്റും, ബാങ്ക് പാസ്ബുക്കിന്റെ അക്കൗണ്ട് നമ്പറും ഗുണഭോക്താവിന്റെ പേരും ബാങ്കിന്റെ IFSC കോഡും വ്യക്തമാക്കുന്ന പേജിന്റെ പകർപ്പ്, ജാതി തെളിയിക്കുന്നതിനായുള്ള സർട്ടിഫിക്കറ്റ് SC/ST വിഭാഗത്തിന് മാത്രം, വസ്തുവിന്റെ ഒറിജിനൽ പ്രമാണം അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഓഫീസിൽ പരിശോധനയ്ക്കായി ഹാജരാക്കുകയും പരിശോധനയ്ക്ക് ശേഷം തിരികെ നൽകുന്നതുമാണ്. ഓരോ ഫോട്ടോ കോപ്പി അപേക്ഷയോടൊപ്പം ഓഫീസിൽ നൽകുകയും വേണം. ഇത്രയും രേഖകൾ ബോർഡിന്റെ ജില്ലാ ഓഫീസുകളിൽ ഹാജരാക്കി അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് സ്പോൺസർ വിഹിതം 1 ലക്ഷം രൂപ അടയ്ക്കേണ്ടതാണ്. തുടർന്ന് ഗുണഭോക്താവിന്റെ അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള പാസ്വേഡ് ലഭിക്കുന്നതാണ്. അപേക്ഷയിൽ 20 KB സൈസ് അധികരിക്കാത്ത ഗുണഭോക്താവിന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്ത് അപേക്ഷ പ്രിന്റ് എടുത്ത് ഗുണഭോക്തൃ വിഹിതം 1 ലക്ഷം രൂപ, രജിസ്ട്രേഷൻ ഫീ 100 രൂപ അടയ്ക്കേണ്ടതും ബോർഡുമായി 200 രൂപ മുദ്രപത്രത്തിൽ ഒരു കരാറിൽ ഏർപ്പെടേണ്ടതുമാണ്. അപേക്ഷ ഹാർഡ് കോപ്പി ബന്ധപ്പെട്ട ജില്ലാ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. വീടിന്റെ തറ വിസ്തീർണം 83 ചതുരശ്ര മീറ്ററിൽ അധികരിക്കാത്ത അംഗീകരിച്ച പ്ലാൻ 1-ാം ഗഡു ലഭിക്കുന്നതിന് മുൻപായി ഹാജരാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ഹാജരാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കേരള സർക്കാരിന്റെ ഗൃഹശ്രീ പദ്ധതിയിലൂടെ നൽകി വരുന്ന ഭവനം സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. ഈ വർഷം 450ഓളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. നിങ്ങളുടെ അപേക്ഷ തീർച്ചയായിട്ടും സമർപ്പിക്കാൻ ശ്രമിക്കുക. അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിച്ച് നിങ്ങളുടെ ഭവനം അനുവദിച്ച് നൽകുന്നതാണ്. താങ്ക് യു.